മലപ്പുറത്ത് നിപ്പയ്ക്കു പിന്നാലെ എംപോക്സ് കൂടി സ്ഥിരീകരിച്ചതോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിരിക്കുകയാണ് ആരോഗ്യവകുപ്പ്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ മലപ്പുറത്ത് ഉന്നതതല യോഗം ചേരും. ആരോഗ്യവകുപ്പ് ഡയറക്ടർ, ജില്ലാ മെഡിക്കൽ ഓഫീസർ എന്നിവർ പങ്കെടുക്കും. അതേസമയം ചികിത്സയിൽ കഴിയുന്ന യുവാവിന്റെ ആരോഗ്യനില തൃപ്തികരമാണ്. സമ്പർക്ക പട്ടികയിൽ 30 പേരാണ് ഉള്ളത്. അഷ്കർ അലി കരിമ്പ വിവരങ്ങൾ നൽകും. അഷ്കർ, ഇത് സംശയം തുടങ്ങിയപ്പോൾ തന്നെ യുവാവ് ശ്രദ്ധിച്ചിരുന്നു എന്നുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും സമ്പർക്ക പട്ടികയിൽ 30 പേരുണ്ട്. എങ്ങനെയൊക്കെയാണ് മലപ്പുറത്തെ ജാഗ്രത? സ്മൃതി, ഈ സെപ്റ്റംബർ 13 ഈ എംപോക്സ് സ്ഥിരീകരിച്ച യുവാവ്, 38 വയസ്സുകാരൻ്റെ യുവാവ് ദുബായിൽ നിന്നും നാട്ടിലേക്ക് എത്തുന്നത്. കരിപ്പൂർ എയർപോർട്ടിലെത്തിയ ഇയാൾ പിന്നീട് ഒരു ടാക്സി വാഹനത്തിലാണ് സ്വന്തം നാട്ടിലേക്ക് എത്തുന്നത്. നാട്ടിലേക്ക് എത്തിയ ഇയാൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോകുന്നതിന് മുമ്പ് തന്നെ നാട്ടിലൊരു സ്വകാര്യ ക്ലിനിക്കിൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. ഇത്തരത്തിൽ അദ്ദേഹവുമായി അടുത്തിടപഴകിയ ആളുകളും പരിശോധനയ്ക്ക് വിധേയമാക്കിയ ചികിത്സിച്ച ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകളെയാണ് ഇത്തരത്തിൽ ക്വാറന്റൈനിലേക്ക് അല്ലെങ്കിൽ നിരീക്ഷണത്തിലേക്ക് മാറ്റിയിരിക്കുന്നത്. അത്തരത്തിലാണ് മലപ്പുറത്തു നിന്നും 23 ആളുകൾ ഈ പട്ടികയിൽ ഉൾപ്പെട്ടത്. അതിനോടൊപ്പം തന്നെ ഇയാളുടെ ഒപ്പം റൂമിൽ കഴിഞ്ഞിരുന്ന വിദേശത്തുള്ള ആളുകളടക്കം 30ഓളം ആളുകളെ ഇപ്പോൾ നിരീക്ഷണത്തിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇയാളുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ തൃപ്തികരമായി തന്നെ തുടരുന്നു. 38-കാരനായ യുവാവ് ഈ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് എംപോക്സ് ബാധിതനായി ഇപ്പോൾ ചികിത്സയെ തുടരുന്നത്. ഇയാളുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട ആർക്കും ഇതുവരെ രോഗലക്ഷണങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് വലിയ ആശ്വാസകരമായ കാര്യം. ഈ എംപോക്സിൻ്റെ ഭാഗമായി ആദ്യം പനിയാണ് അനുഭവപ്പെടുക. പിന്നീട് അതുപോലെ തന്നെ ശരീരത്തിൽ തടിപ്പുകൾ അനുഭവപ്പെടും. ചിക്കൻ ബോക്സിനും അല്ലെങ്കിൽ വസൂരിക്കുമൊക്കെ സമാനമായ രീതിയിൽ തന്നെയാണ് ശരീരത്തിൽ ഇതിൻ്റെ കുമിളകളൊക്കെ രൂപപ്പെടുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള രോഗലക്ഷണങ്ങളൊന്നും തന്നെ ഈ സമ്പർക്ക പട്ടികയിലുള്ള ആർക്കും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വേറെ ആശ്വാസകരം തന്നെയാണ്. എന്തായാലും അല്പസമയം മുമ്പ് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു പ്രാഥമിക യോഗം ഇപ്പോൾ മലപ്പുറം ഗസ്റ്റ് ഹൗസിൽ വെച്ച് ചേർന്നു. ആരോഗ്യവകുപ്പ് ഡയറക്ടറും അതുപോലെ തന്നെ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെയുള്ള ആളുകളുമായി ആരോഗ്യവകുപ്പ് മന്ത്രി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. ഇന്ന് വൈകുന്നേരം 5 മണിയോടെ മലപ്പുറം ജില്ലാ കളക്ടറേറ്റിൽ വെച്ചുകൊണ്ട് ഇത്തരത്തിൽ ഔദ്യോഗികമായി തന്നെ ആരോഗ്യവകുപ്പിൻ്റെ ഒരു യോഗം ചേരുകയും ചെയ്യും. ഈ യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ട് ബ്രീഫിംഗ് നടത്തുമെന്നാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. നിപ്പയുടെ കാര്യത്തിൽ വലിയ ആശ്വാസ തീരത്തേക്ക് മലപ്പുറം അടുത്തതിന് തൊട്ട് പിന്നാലെയാണ് എംപോക്സിൻ്റെ രൂപത്തിൽ ഒരു ആശങ്ക മലപ്പുറം ജില്ലയിൽ പറഞ്ഞത്. എന്തായാലും നിലവിൽ ആശങ്ക വേണ്ട. പ്രത്യേകിച്ച് ആ യുവാവ് സെൽഫ് ക്വാറന്റൈൻ പാലിച്ചതോടെ തന്നെ വലിയൊരു വ്യാപനം ഉണ്ടായിട്ടില്ല എന്നുള്ള വിലയിരുത്തലാണ് ആരോഗ്യവകുപ്പും ഉള്ളത്. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. ശരി, അഷ്കർ അലി കരിമ്പയാണ് മലപ്പുറത്തുനിന്നും വിവരങ്ങൾ നൽകിയത്.